ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കടന്നു വന്ന സകല സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ സമയം അധികമില്ലാത്തതുകൊണ്ട് വചനത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രബോധന ചിന്തയ്ക്കായിട്ട് നമ്മൾ ആദ്യം പഴയ നിയമത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ചിട്ട് അതിനോട് ചേർന്ന് പോകുന്ന സമമായിട്ടുള്ള ഒരു പുതിയ നിയമ വേദഭാഗത്തിലേക്കും കടക്കും. എന്നിട്ട് ഇന്നത്തെ പ്രബോധനം ചിന്തിക്കാം. എല്ലാവരും പഴയ നിയമത്തിലെ സദൃശ്യവാക്യങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 3, സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് ദയവായി ശ്രദ്ധ തിരിക്കുക. സദൃശ്യവാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഈ വേദഭാഗത്തെക്കാളും ഇതിന് സമമായിട്ടുള്ള പുതിയ നിയമ വേദഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അവിടെയാണ് ഇന്നത്തെ പ്രബോധന ചിന്ത. പക്ഷെ ഈ വേദഭാഗം ഒന്ന് ഓടിച്ച് വ്യക്തമാക്കട്ടെ. നമുക്കറിയാം, സദൃശ്യവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഭക്തനായ ഒരു അപ്പൻ തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മകന് കൊടുക്കുന്ന പ്രബോധന ചിന്തയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, നിന്റെ വഴിയിൽ നിന്ന് വിട്ടുപോകാതെ 2 വസ്തുതകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് ദയ, രണ്ടാമത്തേത് വിശ്വസ്തത. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളിലും വെളിപ്പെട്ടു വരേണ്ട 2 വസ്തുതകളാണിത്. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത വാക്യത്തിൽ പറഞ്ഞില്ല, നീ ദൈവത്തിനും മനുഷ്യർക്കും സൗന്ദര്യമുള്ളവനും സൽബുദ്ധിയുള്ളവനുമായിട്ട് തെളിയപ്പെടണമെങ്കിൽ ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രത്യേകിച്ച് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ദയ നമ്മൾ കാണിക്കണം. ദൈവവുമായിട്ടുള്ള എല്ലാ വിഷയത്തിലും വിശ്വസ്തത കാണിക്കണം. അല്ലേ? മനുഷ്യന് നമ്മുടെ ദയ ആവശ്യമാണ്, ദൈവത്തിന് നമ്മുടെ വിശ്വസ്തത ആവശ്യമാണ്. അതുകൊണ്ട് അത് വിട്ടുമാറി നീ നടക്കരുത്. അങ്ങനെ നീ നടന്നാൽ ദൈവത്തിനും മനുഷ്യർക്കും ഗുണമുള്ളവനായി നീ മാറും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം, പക്ഷേ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അല്ലെ? സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾ ഊന്നരുത്. എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളണം, എങ്കിൽ അവൻ നിന്റെ പാതയെ നേരെയാക്കും. എന്നിട്ടാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, നീ യഹോവയെ ഭയപ്പെടണം, നിന്റെ കണ്ണിൽ നീ ബുദ്ധിമാനായിരിക്കരുത്. 2 പ്രാവശ്യം ബുദ്ധിവശമായ കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ സ്വന്തം കണ്ണിൽ നീ ബുദ്ധിമാനായിരിക്കരുത്. ഇതെല്ലാം എങ്ങനെ അനുസരിക്കാൻ പറ്റും? അതിവിടെ പറഞ്ഞിട്ടില്ല. അല്ലെ? കാതലായ ഒരു വിഷയമുണ്ട്. അത് ഇതിന്റെ സമമായിട്ടുള്ള പാരലൽ പാസേജ്. എത്ര പേർക്ക് അറിയാവുന്നോ ഇതിന് സമമായിട്ട് പുതിയ നിയമത്തിൽ ഒരു വാക്യം, ഒരു വേദഭാഗമുണ്ട്. നമുക്ക് റോമർ 12 ശ്രദ്ധ തിരിക്കാം. അവിടെയാണ് ഇതിന്റെ മർമ്മപ്രധാനമായ വിഷയം കിടക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രബോധന ചിന്ത. റോമർ 12 അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. റോമർ 12:10. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. കണ്ടോ? മനുഷ്യരോട് സ്നേഹബന്ധം പുലർത്തണം. ദൈവത്തെ എങ്ങനെ? എരിവോടെ വിശ്വസ്തയോടെ സേവിക്കണം. അല്ലെ? അത് കഴിഞ്ഞ താഴെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് വാക്യങ്ങൾ ഞാൻ വിട്ട് അതിലേക്ക് പിന്നീട് വരാം. താഴെ 16-ാം വാക്യം, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ദയയുണ്ട്, വിശ്വസ്തതയുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ ഭയത്തോടെ നടക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണിൽ ബുദ്ധിമാന്മാരായിട്ട് ചിന്തിക്കരുത്. അല്ലേ? ഇതിന്റെ ഇടയിൽ വളരെ കാതലായ ഒരു പ്രബോധനമുണ്ട്. അത് നമ്മൾ സദൃശ്യവാക്യത്തിൽ കാണുന്നില്ല. 13-ാം വാക്യത്തിലാണത്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഈ ചെറിയ ഒരു 2 വാക്കുകൾ മാത്രമുള്ള ഒരു പ്രബോധനം എടുത്തിട്ട് വീണ്ടും പോയി സദൃശ്യം 3 വായിക്കണം. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ലെ? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം, സ്വന്തം വിവേകത്തിൽ ഊന്നൽ കൊടുക്കരുത്, എല്ലാ വഴികളിലും അവനെ നനയ്ക്കണം. ഇതിനൊക്കെ എന്താ ഉപാധി?
പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. സ്വന്തം കണ്ണിൽ നിങ്ങൾ ബുദ്ധിമാന്മാരാകാതിരിക്കണം. സ്വന്തം വിവേകത്തിൽ ഊന്നൽ കൊടുക്കാതിരിക്കണം. ബുദ്ധിപരമായിട്ട് സ്വന്തം ആലോചന ചെയ്ത് നടക്കരുത്. ദൈവാലോചന മാത്രം നിവർത്തിച്ച് നടക്കണം. എന്തുവാ കാതലായ താക്കോല്? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാത്തവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല, ദയയിലും വിശ്വസ്തയിലും നടക്കത്തില്ല, സ്വന്തം ബുദ്ധിയിലൊക്കെ തന്നെ നടക്കും. എല്ലാ വഴികളിലും ഒന്നും ദൈവത്തെ നിനക്കത്തില്ല. ഇതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ഇച്ചിരി പാട്ടും ബഹളവും ഇച്ചിരി രോമാഞ്ചം ഉള്ളപ്പോൾ നിനയ്ക്കും, അല്ലാത്തപ്പോൾ നിനയ്ക്കൂല. തോന്നിവാസത്തിൽ നടക്കും. സ്വന്തം ബുദ്ധി വലുതാന്ന് തന്നെ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാത്തവർ. ഇന്നത്തെ പ്രബോധനം അതാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. നമ്മുടെ 2 വർഷം മുമ്പുള്ള ബൈബിൾ സ്റ്റഡിയിൽ ഇതൊക്കെ പഠിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു, അല്ലേ? പ്രാർത്ഥനയെ കുറിച്ച് എത്ര വാക്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഓടിച്ചു പറയാനാണെങ്കിൽ നമ്മൾ എടുത്തു വായിക്കുന്നില്ല. ലൂക്കോസ് 18:1 കർത്താവ് തന്നെ പറഞ്ഞു, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലേ? അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 പറഞ്ഞിരിക്കുകയാണ്, സ്നാനപ്പെട്ട 3000 പേർ സഭയോട് ചേർന്ന് എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചു, അല്ലെ? കൂട്ടായ്മ ആചരിച്ചു, അപ്പം മുറിച്ചു, പിന്നെ പ്രാർത്ഥനയിലും ചെയ്തു പോന്നു. ആ പോന്നു എന്നുള്ള വാക്ക് തന്നെയാണ് യവന ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഉറ്റിരിക്കുന്നു. 2 ഒരേ വാക്കാണ് യവന ഭാഷ, അല്ലെ? അപ്പൊ കണ്ടോ, ഒന്നാമത്തെ ആദിമസഭ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന സഭയായിരുന്നു, അല്ലെ? അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൊലോസ്യ ലേഖനം 4:1 പറഞ്ഞിരിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തോടെ ജാഗരിക്കണം. എന്തുവാ ജാഗരിക്കുക? ഈ മലയാളം ബൈബിളൊക്കെ വായിച്ച ചിലർ കാണാൻ പഠിച്ച് സാഹിത്യമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അർത്ഥമൊന്നും അറിയണ്ട, അല്ലെ? പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നവരുടെ കാര്യമായി പറയുന്നത്. പലർക്കും ഇതൊക്കെ വലിയ സാഹിത്യം പറയാൻ അറിയാം, അർത്ഥമൊന്നും അറിയണ്ട. ജാഗരിക്കുക, അല്ലെ? സ്തോത്രത്തോടെ ജാഗരിക്കുക എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഉറങ്ങുന്നവരോട് പറയട്ടെ, ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രത്തോടെ ജാഗരിക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞു വേണം അവിടെ ഇരിക്കാൻ, അല്ലാതെ ആരാണ്ടോ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു, കേൾക്കാൻ വന്നിരിക്കുന്നു, അങ്ങനത്തെ പ്രസംഗമല്ല ഇത്. ഇത് ദൈവവചനമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, സ്തോത്രത്തോടെ ജാഗരിക്കുക. 1 തെസ്സലോനിക്കർ കടന്നു വരുമ്പോൾ 5:17 പറഞ്ഞിരിക്കുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എന്താ ഇടപെടാതെ എന്ന് പറഞ്ഞാൽ? ഇടവേളകൾ ഇല്ലാതെ പ്രാർത്ഥിപ്പീൻ. രാവിലെ പ്രാർത്ഥിച്ച് ഇനി മറ്റന്നാളേ ഉള്ളൂ അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഇടപെടാതെയുള്ള പ്രാർത്ഥനയല്ല, തുടർമാനമായ പ്രാർത്ഥനയായിരിക്കണം, അല്ലെ? അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ എഫീസ്യ ലേഖനം 6 പറഞ്ഞിരിക്കുന്നത് എന്താണ്? സകല പ്രാർത്ഥനയാലും യാചനയാലും സകല നേരത്തും സകല വിശുദ്ധന്മാർക്കും വേണ്ടി പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിച്ച് സ്ഥിരത കാണിപ്പീൻ. ഒരുപാട് സകലയുണ്ട് അതിനകത്ത്, അല്ലെ? എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ വിഷയത്തിലും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിലും പ്രാർത്ഥിക്കണം, എപ്പോഴും തുടർമാനമായി പ്രാർത്ഥിച്ച് സ്ഥിരത കാണിക്കണം, അല്ലെ? അതും കഴിഞ്ഞ് മുന്നോട്ട് ഒരുപാട് വാക്യമുണ്ട്. ഫിലിപ്പി ലേഖനം 4 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വിഷയത്തിലും ആകുല ചിത്തരാകരുത്, പകരം എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ വിഷയങ്ങളും കർത്താവിനോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നമ്മളെ ഈ ഭയത്തിൽ നിന്നും ആകുലത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കും. 1 തിമോത്തി 2:1 പറഞ്ഞിരിക്കുക, സകല വ്യക്തികൾക്ക് വേണ്ടിയും അവിശ്വാസികൾക്ക് വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. ഇപ്പൊ തന്നെ ഒരു 8 വാക്യം ഞാൻ ഓടിച്ചു പറഞ്ഞില്ലേ? എത്ര വാക്യങ്ങളായി? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥിക്കണമെന്നല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പലപ്പോഴും സഭയെ കേൾക്കുന്ന പ്രസംഗം പ്രാർത്ഥിക്കണം, അങ്ങനല്ല. എല്ലാരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ചില ഗുണഗണങ്ങളൊക്കെ വേണമെന്നാണ് കൽപ്പന. അല്ലാതെ പ്രാർത്ഥിക്കാത്തവന്മാർക്ക് പ്രാർത്ഥിക്കുക എന്നുള്ള പ്രബോധനം ബൈബിളിലില്ല. പ്രാർത്ഥിക്കുന്നവർ ചില ഗുണഗണങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ്? ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് വായിച്ചാൽ 2 ഗുണങ്ങളുണ്ട്. 1 തുടർമാനമായ പ്രാർത്ഥനയായിരിക്കണം, 2 തീക്ഷ്ണതയുള്ള പ്രാർത്ഥനയായിരിക്കും. പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യവന പദത്തിന്റെ അർത്ഥം അതാണ്. ഒരു കാര്യം പതിവായിട്ട് ചിട്ടയായിട്ട് ചെയ്യുന്നതിനാണ് ഇവിടെ ഉച്ചിരിക്കുക എന്ന് റോമറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ യവന പദം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 അവിടെ ചെയ്തു പോന്നു. ഇതൊക്കെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ കയറിയാൽ കാണാം. അവിടെ ആ യവന പദം എന്താണെന്നും ഒക്കെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പൊ കണ്ടോ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം, തുടർമാനമായിരിക്കണം പ്രാർത്ഥന, തീക്ഷ്ണതയുള്ള പ്രാർത്ഥനയായിരിക്കണം. ഈ പ്രാർത്ഥനയുള്ളപ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരത്തുള്ളൂ. സഹോദര സ്നേഹമായാലും കർത്താവിനോട് തീക്ഷ്ണമായ, അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിനെ സേവിക്കുമ്പോൾ എരിവുള്ളവരായിട്ട് സേവിക്കണം. അത് കഴിഞ്ഞ് പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായ്മ ആചരിക്കണം, സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾ വലിയവനാണെന്ന് ചമഞ്ഞ് ചിന്തിക്കരുത്, വലിപ്പം ഭാവിക്കരുത്, എളിയവരോടുകൂടെ വേണം നിങ്ങൾ
നിങ്ങളുടെ കൂട്ടായ്മ പാലിക്കുവാൻ. സങ്കീർത്തന സദൃശ്യവാക്യം 3 കണ്ടതും എല്ലാം പറയാം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കും, സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ഒന്നും തീരുമാനിക്കുകയില്ല. ഇന്നലെ നമ്മൾ പകൽക്കാലം കേട്ട മെസ്സേജ് അതല്ലേ, മനസ്സിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പ് ബുദ്ധിയിൽ നിന്നാണ്. ബുദ്ധി, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് വചനം അറിയാം, എനിക്ക് പരിചയമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങ് തീരുമാനിക്കും. അങ്ങനെ പറയാൻ ഒരു അഭിഷക്തനും നിർവാഹമില്ല. നമ്മൾ 50 വർഷമായിട്ട് കർത്താവിനോട് നടന്നാലും നമുക്കൊരു ചുവടെടുത്ത് വെക്കണമെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവാലോചന അന്വേഷിക്കണം. അതെങ്ങനെ അറിയാൻ പറ്റും? ബൈബിളിലെ യേശുക്രിസ്തു അങ്ങനല്ലേ ജീവിച്ചത്? എല്ലാ അഭിഷക്തനേക്കാളും വലിയവനാണല്ലോ യേശുക്രിസ്തു. യേശുക്രിസ്തു എപ്പോഴെങ്കിലും പറഞ്ഞോ 30-30 വർഷമായിട്ട് ഞാൻ പിതാവിനോട് നടക്കുന്നുണ്ട്, നാളെ എനിക്ക് എന്തോ ചെയ്യേണ്ടെന്ന് അറിയാം ഇന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും അവസാനം മരിക്കാൻ പോയപ്പോഴും തിരുഹിതം എന്റെ ഹിതം വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് യേശുക്രിസ്തു. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ, ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുവാൻ നമുക്ക് നിർവാഹമില്ല. അപ്പൊ എത്ര പ്രാർത്ഥിക്കണം? നമ്മളൊക്കെ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ജീവിക്കുന്നത് അറിയാം? പല വിഷയത്തിലും നമ്മുടെ സ്വന്തം ബുദ്ധിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? സ്വന്തം കണ്ണിൽ നമ്മൾ ബുദ്ധിമാന്മാരാണ്. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം കണ്ണിൽ നിങ്ങൾ ജ്ഞാനികളാണെന്ന് ചിന്തിക്കരുത്. ഇതിനെല്ലാം കാതലായ മറുമരുന്നാണ് പ്രാർത്ഥനയിൽ ഒറ്റിരിക്കണം. ഈ പ്രാർത്ഥന ഇല്ലാതെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണം, എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ അല്ലെ. എത്രയോ ശുശ്രൂഷകന്മാർ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാതെ വന്ന് ബോളം വെക്കും, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അവർക്ക് കൃപാവരങ്ങളുടെ പുറത്ത് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാതെ പ്രസംഗിക്കാൻ പറ്റും. ഒരുപാട് അറിവുണ്ട്, ഒരുപാട് പരിചയ സമ്പത്തുണ്ട്. 20-ാം വയസ്സ് മുതൽ 20 വർഷമായിട്ട് പ്രസംഗിക്കുക. ഉള്ള പ്രസംഗ കുറിപ്പുകളൊക്കെ മനസ്സിലുണ്ട്. എനിക്കും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാം. ഒരു ഗുണവും ഇല്ല. പക്ഷേ എന്ത് വെച്ചത്തില്ല, കേൾവിക്കാർക്ക് ആത്മീക വർധനമെന്നൊരു സാധനം ഉണ്ടാകത്തില്ല. കുറെ ബഹളം വെക്കാം, കുറെ ആളുകൾ കൈയടിക്കൊക്കെ ചെയ്യാതിരിക്കാം, ചിലപ്പോൾ ഒരു രോമാഞ്ചമൊക്കെ വന്നിരിക്കാം. നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടായി നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നടപ്പും ഒരു രൂപാന്തരവും പ്രാപിക്കത്തില്ല. അങ്ങനെയുള്ള പ്രസംഗം കൊണ്ട് അല്ലെ. പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാതെ പാട്ട് പാടാൻ പറ്റത്തില്ല. നിങ്ങളുടെ തൊണ്ട എന്താ സൗണ്ട് മാറിപ്പോകും? ഇല്ല, പാട്ട് പാടാൻ പറ്റും, ആരാധന നയിക്കാൻ പറ്റും. പക്ഷെ കേൾക്കുന്നവനറിയാം എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെ. അവ പ്രാർത്ഥിക്കാതെ വന്ന് ശുശ്രൂഷിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാതെ ജീവിക്കുന്നവരാണ് നമ്മിൽ പലരും അല്ലെ. എന്നാൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞുതരാം, ഈ പ്രാർത്ഥന ഇല്ലാത്ത, ശരിയായ അഭിഷേക നിറവില്ലാത്തവർ എന്തെങ്കിലും ശുശ്രൂഷ കാണിക്കുമ്പോൾ, അത് പ്രസംഗമാവും പാട്ടാവും എന്താവും, അവർ ചെയ്യുന്ന 2 തരികിട പരിപാടി. ഇതില്ല എന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന നാടകം എന്താണെന്നറിയാവോ? ഒന്നിന് കുറേ ബഹളം വരും. ഉച്ചത്തിൽ പ്രസംഗിച്ചാൽ ആരും അറിയത്തില്ല എനിക്ക് അഭിഷേകമില്ലെന്ന്. കേട്ടോ, നിങ്ങളെല്ലാം ഞെട്ടിയില്ലേ? ആരെങ്കിലും ഉറങ്ങുമോ? നിങ്ങൾക്ക് പേടി വരും, അയ്യോ ഇയാളെന്തോ വലിയ കൂടിയവനാണ്. ഒന്നുമില്ല, അത് നടനമാണ്. മനസ്സിലാക്കണം, നടനമാണ്. യഥാർത്ഥ അഭിഷക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒട്ടും സൗണ്ട് ഇല്ലാത്തവരെ. അവരാരാധിക്കുമ്പോൾ സൗണ്ട് വെക്കും. അവർക്ക് ഭൂതത്തെ ഇറക്കാൻ ഇങ്ങനെ നടന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അധികാരമുണ്ട്. ആത്മമണ്ഡലത്തിൽ അധികാരമില്ലാത്തവൻ മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ശബ്ദ ബഹളം കോലാഹലമൊക്കെ കാണിക്കും. ഇനി 2ാമത്തെ തരികിട വിദ്യയാണ് സാഹിത്യം വിളമ്പൽ അല്ലെ. ചിലരുടെയൊക്കെ പ്രശ്നം 1.5 മണിക്കൂർ കേട്ട് കഴിയുമ്പോൾ അര സെന്റൻസ് പോലും ഇല്ല. ഇയാൾ 1 മണിക്കൂർ 10 മിനിറ്റ് കണ്ടച്ചപ്പോ ചാവറ് കഥയും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ, എൻ്റെ കഥ നിങ്ങൾക്കറിയാം, ഇങ്ങനെ സാഹിത്യം. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത മലയാളം അല്ലെ. പണ്ടൊരിക്കൽ ഞാനും നിങ്ങളുടെ പാസ്റ്റർ സാമിച്ചാനും കൂടെ ഒരിക്കൽ കോട്ടയത്തോരടുത്ത് പോയി. അവിടെ ഒരു പാസ്റ്റർ ആരാധന നയിക്കുകയാണെങ്കിൽ, നമുക്ക് കർത്താവിന്റെ സ്തോത്രമാകുന്ന സോപാനത്തിൽ കയറി. ഈ സോപാനത്തിന്റെ അർത്ഥം അങ്ങനെ അറിയാമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇതൊക്കെ കള്ളത്തരമാണ്. ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നവന്മാരും വെറുതെ കിടന്ന് നടനം കളിക്കുന്നവരും ഒക്കെ കാണിക്കുന്ന എന്താണെന്നറിയാമോ? ശരിയായ അഭിഷക്തന്മാർക്കറിയാം ഇവൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഇവന് ശരിയായ അഭിഷേക നിറവില്ല, കാമ്പും കഴമ്പുമുള്ള ആത്മീയതയില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ കലാപരിപാടികൾ മനുഷ്യർക്ക് തിരിച്ചറിയാമെങ്കിൽ എത്ര അധികം ദൈവത്തിന്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഈ മനുഷ്യനായ എനിക്ക് തിരിച്ചറിയാമെങ്കിൽ, എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ശുശ്രൂഷകളിൽ പലരെയും കാണുമ്പോൾ അറിയാം. ഞാൻ എൻ്റെ ഗ്രാമീണ പാസ്റ്റർമാരോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം, അവർക്ക് കാണുമ്പോഴും അറിയാം, പാസ്റ്ററെ അയാൾക്ക് അവരെ അഭിഷേകില്ല, അവൻ കാണിക്കില്ല, അവരും കലാപരിപാടി, അവനെ കയറ്റരുത് സ്റ്റേജ്. നല്ല പാസ്റ്റർമാരൊക്കെ അങ്ങനെ പുൾപിറ്റേ കയറ്റത്തില്ല അഭിഷേകമില്ലാത്തവരെ. അഭിഷേകം എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറെ ബോളം വെക്കലല്ല. ശരിയായ കാമ്പും കഴമ്പുമുള്ള ആത്മീയതയും പ്രാർത്ഥനാ നിറവും ഒക്കെ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പാസ്റ്റർമാര് ഈ കണ്ണിക്കണ്ടവരെ ഒന്നും പുൾപ്പിക്കിറ്റ് കേട്ടത്തില്ല. ഇന്നലെ കടന്ന് സിനിമ കണ്ടേച്ച് വന്ന മോനെ ബാ പാട്ട് പാട് എന്ന് പറയത്തില്ല. മക്കൾക്ക് പാടാൻ അറിയാലേ എന്നാ വന്ന് സ്റ്റേജിൽ കയറിയൊന്നും പറയത്തില്ല.
അതുകൊണ്ട് എനിക്ക് മാത്രമല്ല ഇത് തിരിച്ചറിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്ക് തിരിച്ചറിയാമെങ്കിൽ ദൈവത്തിന് എത്രയധികം. അപ്പൊ നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നടപ്പിൽ എപ്പോഴും പ്രാർത്ഥനയുടെ നിറവുണ്ടായിരിക്കണം, കുറവല്ല. ഈ സഭയെക്കുറിച്ച് ഇത് ഇന്നലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ദൈവം പറഞ്ഞ വിഷയമാണ്. ഇത് ഞാൻ 3 മാസം മുമ്പ് പ്രിപ്പയർ ചെയ്ത മെസ്സേജ് ഒന്നുമല്ല. ഇത് ദൈവം എന്നോട് ഇന്നലെ മുതൽ സംസാരിക്കുകയാണ്. ഇവിടുത്തെ കുഴപ്പം ഇതാണ്, പ്രാർത്ഥനയില്ല. അല്ലെ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഇന്നലെ വന്നപ്പോൾ നമുക്കൊക്കെ കുറച്ച് ചൂടൊക്കെ വന്നു. അല്ലെ, പുള്ളി വരുമ്പോൾ ചൂട് എല്ലാവർക്കും ഉണ്ട്. പുള്ളി എപ്പോഴും പ്രാർത്ഥനയിലാണ്. ആ മനുഷ്യനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടറിയാം, പുള്ളി ഉറങ്ങുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെ, നമ്മളൊന്നും മാത്രമുള്ളപ്പോൾ ഇങ്ങനൊന്നും ചൂട് പിടിക്കാത്ത എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയുടെ കുറവല്ലേ? നമ്മുടെ ഇവിടെ ഒരുപാട് പേര് അഭിഷേകമൊക്കെ പ്രാപിച്ചവരൊക്കെ ഇരിപ്പുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തവരാണ് മെസ്സേജ് അത് പറയായിരുന്നു, നിങ്ങളൊക്കെ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചവരുണ്ടല്ലോ ഇവിടെ. അഭിഷേകം മാത്രം പ്രാപിച്ചാൽ പോരാ, കുറെ കൃപാവരങ്ങൾ ലഭിച്ചാൽ മാത്രം പോരാ. ഈ കൃപാവരങ്ങളിൽ എപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിന്റെ സഹായം വേണം. പലർക്കും അതറിഞ്ഞൂടെ, കൃപാവരം കിട്ടി ഞാൻ വെച്ചങ്ങ് ചെയ്തോളാം എന്നല്ല. കൃപാവരം ലഭിച്ചു കഴിഞ്ഞാലും ദൈവത്തിന്റെ സഹായം വേണം, ദൈവത്തിന്റെ നിറവ് വേണം. എങ്കിലേ കൃപാവരം ശരിയായ രീതിയിൽ കർത്താവിന്റെ പണി ചെയ്ത സഭയെ വളർത്തത്തുള്ളൂ. അല്ലാതെ കൃപാവരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രനായെന്നല്ല, ഞാൻ പോയി അങ്ങ് 2 പാട്ടങ്ങ് പാടി അങ്ങ് ആരാധിച്ച്, അല്ലെ ഞാൻ പോയി പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു, അല്ല. നമുക്ക് എത്ര കൃപാവരം ഉണ്ടെങ്കിലും അത് ദൈവം തന്നിരിക്കുന്ന പ്രാപ്തിയാണ്. പക്ഷെ ആ പ്രാപ്തി ദൈവത്തിന് തന്നെ സമർപ്പിച്ച് ദൈവശക്തിയിൽ തന്നെ അത് ശുശ്രൂഷിച്ചാലേ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്ന ഈ പറയുന്ന ആത്മീക വർധനവൊക്കെ ഉളവാക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ വളരെ കാര്യമായിട്ട് നമ്മളെല്ലാം എടുക്കണം. ഇത് ചുമ്മാ വചനത്തിൽ നിന്ന് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രബോധനം പറഞ്ഞതല്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിലെ സകലരോടുമുള്ള ദൈവത്തിന്റെ ദൂതാണ്. നമ്മുടെ പ്രാർത്ഥന കുറവ് നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. സമയമില്ല, ജോലിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ ഒന്ന് മാറി നിൽക്കാം. നിങ്ങൾ എന്തിനാ ഈ ജോലിയും ശുശ്രൂഷയും ഇതെല്ലാം കൂടെ കിടന്ന് 10 കാര്യം ഈ സർക്കസ് പോലെ ചെയ്യുന്നത്? അല്ലെ, പേരിന് ശുശ്രൂഷ ചെയ്യാൻ കർത്താവാരെയും വിളിച്ചിട്ടില്ല. ചെയ്യാനാണ് അത് വചനപ്രകാരം ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ ജാഗരിപ്പിൻ, സകല വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിച്ചല്ല ആകുല ചിന്തകളുടെ മേലും ജയം കൊണ്ടാടുവിൻ, സകല ഭക്തന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ, സകല വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എന്നാലേ ഈ പറയുന്നത് പോലെ എപ്പോഴും കർത്താവിന്റെ വിവേകത്തിൽ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു പോകുന്നത്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. നമ്മുടെ അറിവിലും നമ്മുടെ പരിചയ സമ്പത്തിലും ഒക്കെയാണ് ആശ്രയിക്കുന്നത്, ദൈവത്തിലല്ല. എപ്പോഴും ദൈവാലോചന കേട്ടു നടക്കുന്നവനാണ് ശുശ്രൂഷ വേളയിൽ ദൈവാലോചന ഇന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ നിങ്ങളുടെ ഗ്രാമീണ പാസ്റ്റർക്ക് എങ്ങനെയാണ് ഈ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് വരുമ്പോൾ അയാൾക്ക് ഈ ഭൂതമുണ്ട്, അയാൾക്ക് ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പെട്ടെന്ന് വെളിപ്പെട്ട് വന്നത്? അത് പെട്ടെന്ന് വെളിപ്പെട്ട് വന്നതല്ല. ജീവിതത്തിൽ ഉടനീളം പുള്ളി കർത്താവിന്റെ ആലോചന കേട്ട് നടക്കുന്നതാണ്. എന്നും എല്ലാ വിഷയത്തിലും, അത് ശുശ്രൂഷ ആവണമെന്നൊന്നുമില്ല, വീട്ടിലെ വല്ലോ സാധാരണ കാര്യമായിരിക്കാം, അതിലും ദൈവാലോചന കേട്ട് നടക്കുന്നവനാണെങ്കിൽ, നമ്മൾ സദൃശ്യവാക്യത്തിൽ വായിച്ചതുപോലെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ ശുശ്രൂഷ വേളയിലും അത് വെളിപ്പെട്ട് കിട്ടും എന്താണ് കർത്താവിന്റെ ഹിതം. അപ്പോൾ അല്ലാതെ മറ്റെല്ലാ വിഷയത്തിലും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചിട്ട് കർത്താവ് ഭൂതം വരുമ്പോൾ എനിക്ക് തെളിയിച്ചു തരണം ഇത് ഭൂതമാണെന്ന്, വരത്തില്ല. ആ ഡിസേൺമെന്റ് ഒന്നും വരാൻ പോകുന്നില്ല. എല്ലാ വിഷയം നിങ്ങളുടെ ജീവിത ശൈലിയായിരിക്കണം ഇത്. ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ, എൻ്റെ സ്വന്തം വിവേകത്തിൽ, എൻ്റെ അനുഭവത്തിൽ, എൻ്റെ പരിചയ സമ്പത്തിൽ, എൻ്റെ കൃപാവരങ്ങളിൽ, എൻ്റെ മിനിസ്ട്രിയുടെ പഴയ ചരിത്രത്തിൽ, ഇതിലൊന്നും ഞാൻ ആശ്രയിക്കത്തില്ല. എപ്പോഴും കർത്താവിൽ ആശ്രയിക്കും. എൻ്റെ കണ്ണിൽ ഞാൻ വലിയവനാകുകയില്ല. അങ്ങനെ ഒരു താഴ്മ വരണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉച്ചിരിക്കണം. അഭിഷേകം ലഭിച്ചവർ അന്യഭാഷയിൽ എപ്പോഴും പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോഴും, നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴും, എവിടെ നിന്നും പ്രാർത്ഥിക്കാമല്ലോ, അല്ലെ? പ്രാർത്ഥിക്കണം. പലരും അത് ശീലിക്കാറില്ല. ഇവിടെ മീറ്റിങ്ങിന് പാട്ടൊന്ന് ഇച്ചിരി മണ്ടയിലോട്ട് പോകുമ്പോൾ വരും അന്യഭാഷ, അത്രയേ ഉള്ളൂ, പിന്നൊന്നും ഇല്ല അന്യഭാഷ. അല്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ ഉച്ചിരിക്കാൻ പഠിക്കണം. എങ്കിലേ അവസാനം നമ്മൾ വായിച്ചു ഓർമ്മയുണ്ടോ സദൃശ്യവാക്യത്തിൽ, എങ്കിൽ കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നിങ്ങളുടെ വഴി നേരെയാക്കും.
കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ ഹിതമെന്ന് പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ച് അവനോട് കീഴ്പ്പെട്ട് നടക്കുന്നവരുടെ കൈപിടിച്ച് കർത്താവ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതികളിലും അവൻ ഉദ്ദേശിച്ചിരിക്കുന്ന അനുഭവങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ശുശ്രൂഷ നിറവുകളിലേക്കും ഒക്കെ കൈപിടിച്ചു കൊണ്ടെത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ദൈവ മഹത്വം ഉളവാക്കും. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ നയിക്കും. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, അതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം, ഈ വചനത്തോട് പ്രതികരിക്കാം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. സ്വർഗസ്ഥനായ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഈ പ്രബോധനം അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് ഈ സമയം ഈ സഭ ഏറ്റെടുക്കുവാനുള്ള ഒരു ദൂതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. അതെല്ലാ ഹൃദയങ്ങളും തിരിച്ചറിയട്ടെ എന്ന് മടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ കുറവുകൾ നികത്തുവാൻ ഈ ദിവസങ്ങളിൽ സ്വകാര്യമായിട്ടും പരസ്യമായിട്ടും വ്യക്തിപരമായിട്ടും സഭയായിട്ടും കർത്താവേ, ഞങ്ങൾ എടുക്കേണ്ട ചുവടുകൾ എടുക്കുവാൻ ഇടയാകണമേ. യഹോവ ഭയത്തിൽ നടന്ന് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ഞങ്ങളുടെ കണ്ണിൽ തന്നെ ഞങ്ങൾ വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരാണെന്നും കണക്കെടുക്കാതെ യഹോവ ഭയത്തിൽ അങ്ങയുടെ ആലോചന മാത്രം സ്വീകരിച്ച് അങ്ങയുടെ ഹിതം മാത്രം തെരഞ്ഞെടുത്ത് ജീവിക്കുന്ന അനുസരണമുള്ളൊരു ജീവിതം ഉളവാക്കുവാൻ എപ്പോഴും പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു എരിവങ്ങ് പകർന്നു തരണമേ. തീക്ഷ്ണതയോടെ തുടർമാനമായി പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ കർത്താവേ. പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാനും സ്തോത്രത്തോടെ ജാഗരിപ്പാനും കൃപ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ വ്യക്തിപരമായ നടപ്പിലും കുടുംബത്തിലും സഭയിലും ഞങ്ങളുടെ കർത്താവെ അഴൂർ പഞ്ചായത്തിലുള്ള സുവിശേഷീകരണത്തിലും ശുശ്രൂഷകളിലും കർത്താവെ ഒരു പുതിയ നിറവ് പകരുവാൻ വഴിയൊരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ഉള്ളങ്ങളിലും പ്രാർത്ഥിച്ച് വളരുവാൻ കർത്താവെ ഒരു വാഞ്ച അങ്ങ് പകർന്നു കൊടുക്കണമേ കർത്താവെ. അങ്ങയോട് അടുക്കുവാനുള്ള ഒരു വലിയ വാഞ്ച കർത്താവെ, ഒരു വലിയ ദാഹം പകർന്നു കൊടുത്താട്ടെ. പ്രാർത്ഥിച്ച് അങ്ങയുമായിട്ട് എപ്പോഴും അടുത്തു നടക്കുവാൻ, സംസർഗത്തിൽ നടപ്പാൻ പരിശുദ്ധാത്മാവ് ഉള്ളങ്ങളിൽ ഒരു വലിയ വാഞ്ച പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല ഹൃദയങ്ങളും ആ വാഞ്ചയോടെ പ്രാർത്ഥിക്കട്ടെ കർത്താവെ. വെറുമൊരു യോഗം പോലെ, വെറുമൊരു ആചാരം പോലെ ഇത് അതപ്പതിച്ച് പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയിൽ നമുക്ക് കൂടെ ഇരിക്കണമേ. വചന ശുശ്രൂഷയുടെ സമയത്ത് ആരും മയങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മയക്കത്തിന്റെ ആത്മാവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു കർത്താവെ. മയക്കം വരുന്നവരെല്ലാം സ്തോത്രത്തോടെ ജാഗരിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരനിലൂടെ ഞങ്ങളിലേക്ക് സംസാരിക്കുന്ന ദൈവവചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.